സംഭവങ്ങളൊക്കെ എങ്ങനെയായ സ്ഥിതിക്ക് ഇനിയിപ്പൊ നാട്ടുകാരറിയുന്നതിന് മുമ്പ് അവരെ കല്യാണം അവിടെ നടത്തുക. ചെകുത്താനും കടലിനും നടുക്കാ ഞാനിപ്പോ. പ്രേമല്ല, ഇനിയിപ്പൊ അതിലപ്പുറമായാലും അവളെ തന്നെ വേണമെന്നുള്ള പിടിവാശിയിലാ മണിക്കൂട്ടൻ ഇരിക്കുന്നത്. ഇത്രയും വിശാല മനസ്കനായ ഒരു മരുമകനെ തനിക്ക് എവിടുന്ന് കിട്ടാനാണോ? ആ പിള്ളേര് വല്ല പുലിവാലും ഒപ്പിക്കുമെന്നാ എനിക്കിപ്പോ പേടി. അതിനും വഴിയുണ്ട്. നമുക്ക് വക്കീലിനെ ചെന്ന് കാണാം. അതുകൊണ്ട് എന്താ കാര്യം? കാര്യണ്ട്. ആ പിള്ളേരും വക്കീലും തമ്മിൽ ഇപ്പോ വലിയ അടുപ്പത്തിലാണ്. ആ അടുപ്പത്തിന്റെ വിടവിലൂടെ നമുക്ക് നമ്മുടെ കാര്യം അങ്ങോട്ട് നടത്താം. താൻ ശകുനിയാണ്, ശുനകനാണ്, തന്നെ സൂക്ഷിക്കണം എന്നൊക്കെ പലരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോ താൻ മാത്രമേ ആശ്രയമുള്ളൂ. എടോ, മാങ്ങിയുള്ള കൊമ്പത്തെ കല്ലെറിയാൻ ആളുണ്ടാവുള്ളൂ. വിശ്വസിച്ചവരെ ഞാൻ എന്നും സ്നേഹിച്ചിട്ടുണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കും. ചിലർ കൊതിക്കുന്നു, മറ്റ് ചിലർക്ക് വിധിക്കുന്നു. കാലത്തിന്റെ ഓരോ തമാശകളെ. നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനം? പഠിക്കാൻ മിടുക്കിയായ സ്ഥിതിക്ക് ആത്മാർത്ഥമായി ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്ധ്യയെ സുന്ദരിയായ ഒരു ഡോക്ടറാക്കാം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് വേണ്ട വക്കീലേ, പഠിച്ചത് കൊണ്ട് അവള് ചീത്തയായത്. മാത്രവുമല്ല, എത്രയും വേഗം മനുക്കുട്ടറുടെ കല്യാണം അങ്ങ് നടത്തിക്കണം. അതെന്റെ ഒരു വാശിയ. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊരു എടുത്തിയാട്ടം വേണോ? വേണം. നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാതെ മാന്യമായിട്ട് ഇതങ്ങോട്ട് നടത്താൻ എത്ര കാശ് ചെലവാക്കാനും ഞാൻ ഇയാള് തയ്യാറാണ്. അല്ലടോ? അതേടോ. ഓക്കെ, സന്ധ്യയും മനു കൃഷ്ണയുമായുള്ള കല്യാണത്തിന് തീയതി നിശ്ചയിച്ചോളൂ. പ്രമാദമായ ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന ഡിറ്റക്റ്റീവിന്റെ ലാഘവത്തോടെ ഞാൻ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാം. പക്ഷേ ഞാൻ വില പറയും. ചിലതൊക്കെ പരിഹരിക്കാനും ഒതുക്കി തീർക്കാനും 50,000 rupees എനിക്ക് ക്യാഷായിട്ട് തരണം. 50,000 രൂപ 25,000 അഡ്വാൻസ്. ബാക്കി 25,000 രൂപ സന്ധ്യ എന്ന് വിവാഹത്തിന് സമ്മതം മൂളുന്നുവോ അപ്പൊ തന്നാ മതി. അവള് സമ്മതിക്കോ വക്കീലേ? സമ്മതിപ്പിക്കും. അതാണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ MA LLB. ഒരഭിഭാഷകന്റെ തലച്ചോറ് അവില് തൂക്കുന്ന തൂക്കുകെട്ടി കൊണ്ട് അളക്കരുത്. മനസ്സിലായോ? സന്ധ്യയെ ഒന്ന് പേഴ്സണലായിട്ട് കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നാ മതി. ബാക്കി ഞാൻ പറഞ്ഞല്ലേ. മുരളി, കിട്ടിയടാ. അയ്യോ, എനിക്ക് കിട്ടിയടാ. കിട്ടിയടാ. എന്താണ് നിന്റെ വക്ക് പൊട്ടിപ്പോയോ? വക്ക് പൊട്ടിയതല്ല, കിട്ടിയടാ എനിക്ക്. എന്താ ഇത്? ഇവനെ പേപ്പട്ടി കടിച്ചെന്നാ തോന്നുന്നു. എന്താണ് കിട്ടിയത്? അല്ലാണോ കിട്ടിയത്? എനിക്ക് PSCയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയടാ. സത്യം സത്യം. നോക്കെ നോക്കെ ഉണ്ടടാ. എന്റെ പെങ്ങന്മാരിലേക്ക് ഒരു ഭാഗ്യമല്ലേ? ഒക്കെ ഞാൻ അറിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഒടുവിൽ പുലി ഒരു ഭാഗ്യമായി വന്നപ്പോ കരയാ വേണ്ടത്. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. നാളെ നല്ലൊരു മുഹൂർത്തം നോക്കി മുരളിയുടെ പൗൾട്രി ഫോമിന് നമുക്ക് തറക്കല്ലിടണം. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ഇതാ 25,000 രൂപയുണ്ട്. മടിക്കണ്ട, കടമായിട്ട് കരുതിയാൽ മതി. മകൻ ഒരു താന്തോന്നിയായിരുന്നെങ്കിലും മകന്റെ ഏത് കാര്യങ്ങളിലും നന്മയുണ്ടാവാൻ ആ അമ്മ എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ കാര്യത്തിലും ആ അമ്മയുടെ ആത്മാവ് തന്നെ അനുമോദിക്കും. ഇത് വാങ്ങൂ. എന്റെ വാക്ക് പാലിക്കുന്നു. അവള് സമ്മതിച്ചു. ദേ ബാക്കി 25,000 രൂപ. ഇതെങ്ങനെ സാധിച്ചു? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. സാധിപ്പിച്ചു, പക്ഷേ അല്പം ക്രൂരമായി പോയി. അമ്മയുടെ മരണശേഷം ആ ഷോക്കിൽ മുരളി ഒരു മെന്റൽ പേഷ്യന്റ് ആയെന്നും ഇപ്പോൾ മെന്റൽ ട്രീറ്റ്മെന്റിലാണെന്നും ഒരു കള്ളം പറയേണ്ടി വന്നു. എന്നുവെച്ചാൽ ഒരു മാനസിക രോഗിയാണെന്ന്. അത് മാത്രമല്ല, അവളെ ബലമായി വിശ്വസിപ്പിക്കാൻ മറ്റൊന്നു കൂടി ചെയ്തു. ഒരു വിദഗ്ധനായ ഡോക്ടറെ കൊണ്ട് അണ്ടർ ട്രീറ്റ്മെന്റ് ഫോർ മെന്റൽ ഇൽനസ് എന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൂടി സമ്പാദിച്ചു. അതെ,
എത്ര ഇഷ്ടത്തിലായാലും കെട്ടാൻ പോകുന്നവൻ ഒരു മാനസിക രോഗിയാണെന്നറിഞ്ഞാൽ ഏത് പെണ്ണിന്റെയും മനസ്സൊന്ന് പതറും. അതാണ് ലേഡീസ് സൈക്കോളജി, സ്ത്രീകളുടെ മനഃശാസ്ത്രം. സമ്മതിച്ചു വക്കീലെ. പിന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. അത് ഞങ്ങൾ സംഘടിപ്പിക്കാം. റിക്വസ്റ്റ്, അപേക്ഷ. അല്ല പിന്നെ ഈ വിവരം നിങ്ങളല്ലാതെ മറ്റൊരാൾ അറിയരുത്. ആ അല്പം കടന്ന കൈയായി പോയി. വക്കീലേ, അത് ഞങ്ങൾ ഏറ്റു. ഞങ്ങൾ ആരോടും പറയില്ല. ആ. പിന്നെ അവൾക്ക് മുരളിയോടുള്ള താല്പര്യം ഇപ്പോ മുരളിക്ക് സന്ധ്യയോടില്ല. അതുകൊണ്ട് തന്നെ ഇനി മുരളിയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയില്ല. മാത്രമല്ല, കല്യാണ പന്തലിൽ അതിഥികളെ സ്വീകരിക്കാൻ മുരളിയും സംഘവും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. അല്ല, അത് പേടിക്കണ്ട, അവരവിടെ ഉണ്ടാവണം. അതൊക്കെ വക്കീലിന്റെ മിടുക്ക്. പിന്നെ ഈ സന്തോഷത്തിന് തുക കൊടുക്കുമ്പോ ഇല്ലേ, ഒരു രൂപയുടെ കൂട്ടി കൊടുക്കണമെന്നാ കാരണവന്മാര് പറയാറുള്ളത്. ഞാനും അത് കേട്ടിട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ചേ, അങ്ങോട്ട് വെച്ചോളൂ. അപ്പൊ ഈ ഒന്നും ഉൾപ്പെടെ മൊത്തം 50,001 അഡ്വാൻസ് കൂടെ കൂട്ടി. കൂട്ടി കൂട്ടി. എന്താ കാക്കാലഞ്ചത്ത കുരങ്ങന്മാരെ പോലെ മൂന്നും എന്താടാ? സന്ധ്യയും മനോകൃഷ്ണയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു. ഈ മാസം 17-ാം തീയതി അവളുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെ. കാര്യം വന്നപ്പോ അവളും കാലം അറിയും. ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിക്കാനേ കൊള്ളൂല. പണ്ടാരോ പറഞ്ഞതുപോലെ ദൈവവും പെണ്ണും ഒരുപോലെയാ. അവരൊന്നിലുമില്ല, അവരില്ലാതെ ഒന്നുമില്ല. എത്രയില്ലാ തന്തയുടെ മോളല്ലേ, ആ സ്വഭാവം കാണിക്കണ്ടിരിക്കും. സാരമില്ലടോ, പെറ്റ അമ്മയോട് പോലും ആത്മാർത്ഥ ഇല്ലാത്ത കാലമാ. പിന്നെയല്ലേ പ്രേമിച്ചവനോട്? ഒക്കെ കാപട്യങ്ങളാ. മാടപ്രാവനെ പിടിച്ച് കൈ കൊടുത്താ ചോദിക്കും, അയ്യോ ഇതെന്തൊരു പക്ഷി, ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ ഇങ്ങനെ ഒരു ജീവിയെന്ന്. ഇനിയിപ്പോ ഹൃദയം പറിച്ചു കൊടുത്താലോ, ഇതെന്താണ് ഹലുവ പോലുണ്ടല്ലോ എന്ന് പറയും. അതാ കാലം. നീ വിളിച്ചാൽ അവൾ വരുമെങ്കിൽ എന്ത് സാഹസത്തിന് ഞങ്ങൾ തയ്യാറാ. ഇല്ല, സന്ധ്യ വരില്ല. അവളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം നിശ്ചയിക്കപ്പെട്ടത്. നിശ്ചയത്തിൽ ഞാനും ഒരു പങ്കാളിയായിരുന്നു. വരുന്ന 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-നും 1 മണിക്കും മധ്യയാണ് മുഹൂർത്തം. മുരളി, കരിങ്കൽ കോട്ടകൾ തേർത്ത് ഇരുമ്പ് ചങ്ങല ഭേദിച്ചു കൊണ്ടുവരേണ്ടതല്ലോ പെണ്ണിന്റെ മനസ്സ്, ആണോ? കൊച്ചുനാളിൽ പഠിച്ച ആമയും മുയലിന്റെയും കഥ ഓർമ്മയില്ലേ? പന്തയം വെച്ചപ്പോ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് മുയൽ കിടന്നുറങ്ങിപ്പോയി. ആമ സ്വയം പ്രയത്നിച്ച് മുന്നേറി. ഇവിടെയും അതാണ് സംഭവിച്ചത്. പക്ഷേ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ രണ്ടുപേരും അറിയാതെ കുറുക്ക് വഴിയിലൂടെ എത്തിയ ഒരു പുള്ളിപ്പുലി. വിധികർത്താക്കൾ അംഗീകരിക്കുന്നവനാണല്ലോ വിജയി. അവൻ തന്നെ ജയിച്ചോട്ടെ, അല്ലേ? ഒരു പെണ്ണിനെ നേടുന്നതോ നഷ്ടപ്പെടുന്നതോ ഒന്നുമല്ല ജീവിതം. നമ്മളൊക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കലാകണം. ഇതാ ബാക്കി 25,000 രൂപയുണ്ട്, വാങ്ങിക്കേ. 17-ാം തീയതി സന്ധ്യയുടെ വിവാഹം. അതേ ദിവസം തന്നെ മറ്റൊരു മുഹൂർത്തത്തിൽ മുരളിയുടെ പൗൾട്രി ഫോമിന്റെ ഉദ്ഘാടനം. ഉദ്ഘാടകൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഒക്കെ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പകയും പരാതിയും ഒന്നുമില്ലാതെ കല്യാണത്തിന് മുരളിയും സുഹൃത്തുക്കളും ഉണ്ടായിരിക്കണം. അതാണ് നിങ്ങളുടെ വിജയം. കണ്ടോ ആ വയൽവരമ്പ്? സ്വയം മറന്ന് ആ വരമ്പിലൂടെ കൈയും വീശി നടന്നാൽ മറക്കാൻ പറ്റുന്നതേ ഉള്ളടോ ഈ ഗ്രാമത്തിൽ എനിക്കും നിനക്കും നഷ്ടപ്പെട്ടതൊക്കെ. കമോൺ. നമസ്കാരം. വിളിക്കാൻ സമയമായില്ലേ? വിളിക്കൂ. വിളിക്കട്ടെ. കൊണ്ടുവന്നോളൂ, കൊണ്ടുവന്നോളൂ. മുത്തപ്പനെ മനസ്സിൽ ധ്യാനിച്ചോളൂ. അങ്ങോട്ടിരിക്കുക. അവിടെ
മാല വാങ്ങിച്ചു. ഭഗവാനേ. എന്താ ഇത് തമ്പി? അയ്യോ വക്കീലെ ചതിച്ചോ? ക്ഷമിക്കണം. നിഷ്കളങ്കമായ എന്റെ ഗ്രാമത്തിൽ നിന്നും ആദ്യമായി പ്രമാദമായ ഒരു കേസ് എനിക്ക് കിട്ടിയപ്പോ ന്യായം നോക്കി വാദിക്കേണ്ടി വന്നു. എന്റെ മനസാക്ഷിയാകുന്ന കോടതി വിധിച്ച നീതി ഇവർക്ക് അനുകൂലമായിരുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ആ പറഞ്ഞത് സത്യമാണ്. ഒരാഴ്ചക്ക് മുമ്പ് ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ആ നിൽക്കുന്നവരൊക്കെയാണ് സാക്ഷികൾ. മകളുടെ കല്യാണം വീട്ടുമുറ്റത്ത് പന്തലൊരുക്കി തന്നെ വേണമെന്നത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്തോ തോന്നാത്തോടെ കാണിച്ചേ? പണവും വാങ്ങി വക്കീല് നമ്മളെ ചതിച്ചല്ലോ പ്രസിഡന്റ്. ആരും ആരെയും ചതിച്ചിട്ടില്ല. ഞങ്ങളെ ഇന്ന് പോലും ഒളിപ്പിച്ചു അല്ലേ? ഒളിപ്പിക്കേണ്ടി വന്നു. കേൾക്കാത്തതിനേക്കാൾ വലുതാണല്ലോ കാണുന്ന സത്യങ്ങൾ. ആ കൈ ഇങ്ങോട്ട് തന്നെ. അത് തന്നെ ഇങ്ങോട്ടുണ്ടാ കണ്ണിൽ പോയി